ഹേയ് ഹലോ, എന്തൊക്കെയാ നിങ്ങളൊക്കെ വർത്താനം? എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? ഞാൻ എന്റെ നാട്ടിൽ പോയിന്ന് ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പാലക്കാട് അടുത്തായിട്ടാണ് എന്റെ നാട് വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു കുഞ്ഞു മിനി വ്ളോഗാണ് കേട്ടോ. ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിലുള്ള മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ രാവിലെ തന്നെ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ ഉമ്മ നല്ല മുട്ടക്കറിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ പൊറോട്ട വാങ്ങാനും പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരാൾ രാവിലെ തന്നെ എണീച്ച് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്കൂളിൽ പോകുമ്പോൾ എണീക്കാൻ പറഞ്ഞാൽ നേരത്തെ എണീക്കൂല, പക്ഷെ എവിടെയെങ്കിലും പോയാൽ നേരത്തെ എണീച്ച ആളിരിക്കും കേട്ടോ. അങ്ങനെ ചിരിക്കാൻ പറഞ്ഞിട്ട് ഒരു പുഞ്ചിരിയൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് കിച്ചണിൽ പോയി നോക്കുമ്പോൾ ഉമ്മ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇന്നലെ ഒരു ചെറിയ പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വല്ല റിസൾട്ട് മുഖത്ത് കാണാണ്ടോ എന്നുള്ളതാണ് ഞാൻ ഈ ചെക്ക് ചെയ്യണത് കേട്ടോ. എനിക്ക് തോന്നുന്നു ചെറിയൊരു തെളിച്ചൊക്കെ ഉണ്ടെന്നല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ ഉള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇന്നെല്ലാവരും. അങ്ങനെ ഇപ്പോൾ പൊറോട്ട ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ വണ്ടി. ഇപ്പം ഞങ്ങളെയാട്ടിലും ഈ വണ്ടിനെ കൊണ്ടടക്കുമെന്നാണ് കേട്ടോ എല്ലാവരും പറയല്. അങ്ങനെ കൊണ്ടടക്കും കേട്ടോ. ആ സമയം കൊണ്ട് മീൻകാരൻ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല നേരത്തെ വരും കേട്ടോ മീൻ കൊണ്ട് ആൾക്കാർ. അപ്പോൾ ഉമ്മ ഇന്നൊരു പാത്രം തന്നിട്ട് അതിന് പറഞ്ഞു വെച്ചിട്ടോ, ഈ 1/2 കിലോന് ഏതാ 1 കിലോന് ഏതാന്ന് അറിയാത്ത ഇന്നൊക്കെ മീൻ വാങ്ങാൻ പറഞ്ഞു വെച്ചാൽ ഉമ്മാനെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ മീൻ വാങ്ങാൻ പോയപ്പോൾ പൂച്ച എല്ലാ ഭാഷയിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു മീൻ തരുമോ കാക്കാന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മീനൊക്കെ വാങ്ങി വന്ന് നോക്കുമ്പോൾ ഉമ്മ നല്ല ചായ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാന്റെ ചായക്ക് എന്തൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഇവിടെ എന്താ പറയുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഹെൽത്തി ഒന്നല്ല കേട്ടോ, പൊറാട്ടയാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പിന്നെ എഗ്ഗ് കറി ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ എഗ്ഗൊക്കെ ഉണ്ട് ഗൈസ്, ബിക്കോസ് വി ആർ റിച്ച് പീപ്പിൾസ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ചായ കുടിച്ച് എല്ലാവരും അങ്ങനെയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവിടെ നല്ല മാച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കണ്ടോക്കാന്ന് എഴുതുമ്പോൾ ക്യാമറയിൽ മുഖം കാണിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളുകൾ തുണി കൊണ്ട് മുഖം മറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാലും പാടില്ല, ഉടുതുണി ഊരിയിട്ട് പാടില്ല, മുഖം കാണരുതെന്നില്ലത് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കുള്ള പരിപാടിക്ക് നമ്മൾ സെറ്റായി ഇവിടെ നിൽക്കണം കേട്ടോ. അപ്പം എല്ലാവരും എന്താ പറയുക, മാറ്റി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ദാച്ചുമ്മ ഇവിടെ മാറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ, പാത്തുമ്മ. അപ്പം അതൊക്കെ കഴിഞ്ഞത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. സിസ്റ്ററും ഞാനൊക്കെ മാറ്റി കുറച്ച് വീഡിയോസും പിന്നെ അലമ്പ് കാട്ടിക്കൂട്ടലൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഷെരീഫാക്ക വന്നിട്ടുണ്ട്. പിന്നെ ഷെരീഫാക്കാൻ്റെ കൂടെ ഒന്ന് പോസ് ചെയ്ത് കൊടുത്തിട്ടോ. ഷെരീഫാക്കാൻ്റെ കൂടെയാണ് നമ്മൾ പോണത് ആക്ച്വലി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമുക്ക് എൻ്റെ മൂത്താപ്പാടെ മോളുടെ ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ നമ്മൾ പോണേ. അപ്പോൾ നമ്മൾ കേരള എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, അത് മലപ്പുറം. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം. ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആസ് എ ബിഗിനർ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും ഈ വീഡിയോയിൽ, കാരണം ഇതൊരു മിനി വ്ളോഗാണ്, മൈ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അത് ക്ഷമിക്കാം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.